ഹായ്, ഞാൻ ഇന്ന് വന്നതേ ഒരു പ്രത്യേക തരം അപ്ഡേഷൻ ആയിട്ടാട്ടോ. ഇത് സിഗ്നേച്ചറിൻ്റെ മൾട്ടി ട്രാക്ക് 22. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിലേൻ്റെ ലൈറ്റ് ഇല്ലേ, ഇത് മൊത്തം കത്തി നിൽക്കുകയാണ്. അപ്പോൾ അതിങ്ങനെ കത്തി നിന്ന് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഡിലേ ഇപ്പോൾ ഞാൻ തിരിച്ച് കാണിച്ചു തരാം. ഈ സൈഡ് മാത്രമേ കണ്ട സെലക്ട് ആവുള്ളൂ, മറ്റേ സെലക്ട് ആവില്ല. അപ്പോൾ ഇത് എന്താ പറയുക, പവർ സപ്ലൈ ചെക്ക് ചെയ്ത് അത് പവർ സപ്ലൈ ഫുള്ള് ക്ലിയർ ചെയ്ത് എൻകോഡർ മാറ്റി ഇതെല്ലാം ചെയ്ത് ലാസ്റ്റ് ഇത് കോഴിക്കോട് ഈ സാധനം നന്നാക്കാൻ വേണ്ടി കൊണ്ടുപോയി. അവിടുന്ന് ഇത് നന്നാക്കി എന്ന് പറഞ്ഞിട്ട് സാധനം റിട്ടേൺ കൊടുക്കുന്നതാണ്. അപ്പോൾ ഇത് ഫാൻഫെയർ ചെയ്യാന്ന് പറയും. അതായത് നമ്മളെ ഈ ഫോണിലൊക്കെ സോഫ്റ്റ്വെയർ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മളത് റീസെറ്റ് ചെയ്യൂലേ എന്ന് പറഞ്ഞ മാതിരി ഇതേമാതിരി നമ്മൾ ഇതിൻ്റെ സിഗ്നേച്ചറിൻ്റെ സൈറ്റിൽ കയറുക. ഇതേമാതിരി സാധനങ്ങൾ ഡാറ്റ കോപ്പി ചെയ്തിട്ട് ഇതുണ്ടോ ഇവിടുത്തെ USB കണക്ട് ചെയ്തിട്ട് ഈ USB നമ്മൾ സിസ്റ്റത്തിൽ കണക്ട് ചെയ്യുക. എന്നിട്ട് നമ്മളത് ഫാൻഫെയർ ചെയ്യാന്ന് പറയും. അത് നമ്മൾ സാധാരണ ഗതിയിൽ ഫോണ് നമ്മൾ സോഫ്റ്റ്വെയർ ചെയ്യണം അതേമാതിരി തന്നെ ഈ സിസ്റ്റത്തിനും ഒരിതുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ നിൽക്കാനുള്ള കാരണം അത് എന്താ പറയുക, ഫ്രീസ് ആയതാണ്. അതായത് ഇതിൻ്റെ ഡിലേ മെമ്മറി IC മീൻസ് ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു മെമ്മറി ഉണ്ടല്ലോ ഡിലേക്ക്, ആ മെമ്മറി IC ഫ്രീസ് ആയതാണ്. അതുകൊണ്ടാണ് ഇതിങ്ങനെ കത്തിക്കുന്നത്. ഇത് ചിലപ്പോൾ ഓഫാക്കി ഓണാക്കുമ്പോൾ ഞാൻ ജസ്റ്റ് UPS-നെ കണക്ട് ചെയ്തില്ല. കാരണം ഇത് ചെയ്യുന്ന സമയത്തെ ഇത് ഓഫാവാൻ പാടില്ല. അപ്പോൾ UPS-നെ കണക്ട് ചെയ്താ UPS-നെ ഓഫ് ചെയ്ത് ഇതൊക്കെ ഓഫായില്ലേ, ഒന്നുകൂടി UPS ഓൺ ആക്കണ്. ചിലപ്പോൾ ഇത് റെഡിയാവും. കണ്ട ഇല്ല, ഇതിങ്ങനെ ഈ വൈറ്റ് കത്തി നിൽക്കാൻ പാടില്ല. അപ്പോൾ ഫാൻഫെയർ ചെയ്യണത് എങ്ങനെയുള്ള വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇങ്ങനൊരു കംപ്ലൈൻറ്റ് വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിക്കോട് ഇത് അവർ കൊണ്ടുപോയിട്ടേ അവർ നന്നായി എന്ന് പറഞ്ഞിട്ട് ഈ സാധനം തിരിച്ച് തന്ന് നമ്മൾ പിന്നെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അടുത്ത് എത്തിയതാണ് ഇത് പിന്നെ. അപ്പോൾ ഫാൻഫെയറിങ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ചിലപ്പോൾ ജെമിനിയിലോ ഗൂഗിളിലൊക്കെ നോക്കിയാലേ മനസ്സിലാവും. അതായത് നോർമൽ ഗതിയിൽ ഫോണ് എങ്ങനെയാണോ നമ്മൾ സോഫ്റ്റ്വെയർ ചെയ്യണത് അതേമാതിരി ഈ സിസ്റ്റത്തിനും മൾട്ടി ട്രാക്കിനും സിഗ്നേച്ചർ മൾട്ടി ട്രാക്കിനും ഒരു സോഫ്റ്റ്വെയർ ഉണ്ട് ഫാൻഫെയർ ചെയ്യാന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ സൈറ്റിൽ കയറിയിട്ടുണ്ട്. ബാക്കി അപ്ഡേഷനും കാര്യങ്ങളും വീഡിയോകളും ഞാൻ പിന്നീട് ഇടാട്ടോ. അപ്പോൾ ഈ വീഡിയോ എടുക്കാനുള്ള കാരണം തന്നെ അയാൾ നന്നായി എന്നും പറഞ്ഞിട്ടേ തന്നത് കൊണ്ടാണ്. അപ്പോൾ പിന്നെ കാണിച്ചുതരാം. കണ്ടോ ലൈറ്റ് കത്തിയും കൊണ്ട് വെക്കണം. അപ്പോൾ ഇത് ഫാൻഫെയർ ചെയ്തിട്ട് ഞാൻ ബാക്കി വീഡിയോ ഞെട്ടി തരാം കേട്ടോ.